ബീഹാർ കേരളത്തിലും പ്രതിഫലിക്കും എന്നാണ് നമ്മുടെ കുട്ടിശങ്കരൻ പറഞ്ഞത്. ഏതായാലും കുട്ടിശങ്കരൻ പറഞ്ഞതുകൊണ്ട് എത്ര പേര് യോജിക്കുന്നുണ്ട്? ബീഹാർ പോലെ ആക്കണോ നമ്മുടെ കേരളം? അല്ലെങ്കിൽ NDA ഭരിക്കുന്ന 20 വർഷമായിട്ട് ഒരേ മുഖ്യമന്ത്രി നിതീഷ് കുമാർ, പാർട്ടി ചെരിഞ്ഞും മറഞ്ഞും 10 വർഷത്തിലേറെ NDA ഭരിക്കുന്ന ബീഹാർ പോലെ തന്നെ ആക്കണോ നമ്മുടെ കേരളം? ബീഹാർ കണ്ടിട്ട് കേരളത്തിലെ ആൾക്കാർ പഠിക്കണോ? ആദ്യത്തെ എൻ്റെ ഒരു ചോദ്യം കേട്ടോ. രണ്ടാമത്, ഞാൻ ഇന്നലെ വേറെ പോസ്റ്റ്, എല്ലാ BJP നേതാക്കന്മാരും പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്, ഇല്ലാന്ന് പറയില്ല. നമ്മുടെ രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു പോസ്റ്റ് ഞാൻ വായിച്ചുതരാം. അപ്പോൾ ബീഹാറിൻ്റെ ഇലക്ഷനും ബീഹാറിൻ്റെ ജനങ്ങൾ ഇന്നലെ കൊടുത്തൊരു സന്ദേശം, അതിൽ ഒരു വ്യക്തതയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഇത്രയോ കൊല്ലമായി നിതീഷ് കുമാർജിയും നരേന്ദ്രമോദിജീൻ്റെ ഒരു NDA ഭരണം, വികസനം, ലോ ആൻഡ് ഓർഡർ ഇതെല്ലാം ചെയ്യുമ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അത് തുടരുന്നുണ്ട്. അപ്പോൾ ഒരു കൺവെൻഷണൽ വിസ്ഡം ഉണ്ടല്ലോ, ആൻറ്റി ഇൻകംബൻസി എന്നെല്ലാം പറയുന്നത്. പെർഫോം ചെയ്താൽ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ, വികസനത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ, ആത്മാർത്ഥമായ ഒരു സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി അവിടെ അധ്വാനിച്ചാൽ അവർക്ക് ജനങ്ങൾ ഒരു മാൻഡേറ്റ് കൊടുക്കുന്നു. അതാണ് അവിടുത്തെ ഒരു മെസ്സേജ്. ഒരുപാട് പോസ്റ്റ് ബീഹാറിലെ ജനങ്ങള് BJP NDA സഖ്യം വീണ്ടും വിശ്വാസം അർപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഞങ്ങൾ വാഗ്ദാനങ്ങൾ പാലിക്കും, ജനങ്ങളുടെ പ്രതീക്ഷകൾ നിറവേറ്റുകയും ചെയ്യും. അതേ അവസരം ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുകയാണ്. അഴിമതിയും അവഗണനയും നുണപ്രചാരണങ്ങളും ഭീഷണികളും വോട്ട് ബാങ്ക് രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ സമയമായി. അപകട രാഷ്ട്രീയത്തെ തള്ളിക്കളഞ്ഞ് പ്രവർത്തന മികവിന്റെ രാഷ്ട്രീയത്തിനൊപ്പം ചേരാം. ഇത് മാറ്റത്തിനുള്ള സമയമാണ്. നിങ്ങൾ തന്നെ ആ മാറ്റമാകൂ. NDAക്കൊപ്പം അണിചേരാം. വേണോ? പറഞ്ഞ പോലെ ബീഹാറിൽ, അതായത് NDA ഭരിക്കുന്ന ബീഹാർ, NDA ഭരിക്കുന്ന UP, NDA ഭരിക്കുന്ന ഹരിയാന, NDA ഭരിക്കുന്ന മധ്യപ്രദേശ്, NDA ഭരിക്കുന്ന മഹാരാഷ്ട്ര, NDA ഭരിക്കുന്ന ഗുജറാത്ത്, NDA ഭരിക്കുന്ന രാജസ്ഥാൻ, ഈ NDA ഭരിക്കുന്ന ഈ സ്ഥലങ്ങളെ പോലെ ആക്കണോ നമ്മുടെ നല്ല കേരളത്തിനെ? നിങ്ങൾ തന്നെ പറ. ഈ NDA ഭരിക്കുന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങളുടെ ഫ്രണ്ടിലോട്ട് എടുത്ത് വെച്ചിട്ട് ഇവന്മാരെ പോലെ, അതായത് ഈ BJPയുടെ വേട്ടാവളിയന്മാർ തള്ളുന്ന തള്ളല്ലാതെ അവിടുത്തെ അവസ്ഥകൾ എന്താ നിങ്ങൾക്കറിയോ? ഏതായാലും ബീഹാറിൽ നിന്ന് തുടങ്ങാം നമുക്കല്ലേ. ബീഹാറിന്റെ അവസ്ഥ നിങ്ങൾ കേട്ടോ. അതായത് പോൺ വീഡിയോ വരെ ഒരു പബ്ലിക് റെയിൽവേ സ്റ്റേഷനിൽ പ്രസിദ്ധീകരിച്ച ബീഹാർ. ട്രെയിനുകളിൽ കയറാനേ കാല് കുത്താൻ പോലും സ്ഥലമില്ലാത്ത ബീഹാർ. അവിടെ ആരും കൊണഗീതമല്ല ട്രെയിനിൽ പാടാറ്. അവിടുത്തെ ആൾക്കാർ എന്താ ചെയ്യാറെന്നറിയോ? കൊണഗീതത്തിന് പകരം ഇതുപോലെ ആ ട്രെയിനിന്റെ ചില്ലുകൾ അടിച്ച് പൊളിച്ച് ഉള്ളിൽ കയറും. ഇതാണ് ബീഹാർ. ഇനി ഒരു പട്ടിണിയും പരിവട്ടവും കാരണം എന്തെങ്കിലുമൊക്കെ ജീവിതമാർഗം നോക്കി പോകുന്ന ആൾക്കാർ ബീഹാറിൽ നിൽക്കാറില്ല. അവർ ഇന്ത്യയുടെ പല ഭാഗത്തേക്കും ഒഴുകി നടക്കുന്ന ബീഹാർ. ഇട്ട റോഡ്, അതായത് ടാർ ചെയ്ത് പോയ റോഡ് ആ ടാർ എടുത്ത് കൊണ്ട്, അല്ലെങ്കിൽ അത് കോരി എടുത്തിട്ട് മറ്റ് സ്ഥലങ്ങളിൽ കൊണ്ട് വിറ്റ് തീർക്കുന്ന ബീഹാർ. ഒരു പാലം കെട്ടിക്കഴിഞ്ഞാൽ, അതായത് എന്താ പറയുക, മറ്റേ കാസ്റ്റേൺ വെച്ചിട്ടുള്ള പാലം കെട്ടിക്കഴിഞ്ഞാൽ ആ പാലം പൊളിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാലും ചോദ്യം ചെയ്യാൻ ആളില്ലാത്ത ബീഹാർ. ഒരു വട്ടമല്ല, പലവട്ടം ഇത്തരത്തിലുള്ള പാലങ്ങൾ അപ്രത്യക്ഷമായിട്ടുള്ള ബീഹാർ. ഒരു പൊതു കക്കൂസ് വരെ പൊളിച്ചെടുത്ത് അതിലെ സാധനങ്ങൾ കൊണ്ടുപോയിട്ട് മറച്ച് വിറ്റിട്ടോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലെടുത്ത് വെച്ചിട്ടും ജീവിക്കേണ്ടി വരുന്ന ബീഹാർ. ഇതൊക്കെയാണ് ബീഹാർ. ഇതുപോലെ ആക്കണോ നമ്മുടെ കേരളം? പറ. അത് മാത്രമല്ല, അവിടുത്തെ അമ്പലപ്പറമ്പുകളിലും ബാക്കി എല്ലാ പൊതു സ്ഥലങ്ങളിലും നടക്കുന്ന പരിപാടികളിൽ ഇതുപോലെ സെക്ഷലൈസേഷൻ കാണിച്ചു തരുന്ന ബീഹാർ, അല്ലെങ്കിൽ ലൈംഗിക ദാരിദ്ര്യം എത്രത്തോളം ഉണ്ട് എന്ന് കാണിച്ചു തരുന്ന ബീഹാർ. ഇതുപോലെ ആക്കണോ കേരളത്തിനെ? ഇതുമല്ല, ഇവിടെ കൊണ്ടും തീരുന്നില്ല കേട്ടോ. 2 കിലോമീറ്ററിന്റെ മേലെയുള്ള റെയിൽവേ ട്രാക്ക് വരെ പൊളിച്ചുകൊണ്ട് വെക്കുന്ന ആൾക്കാരുള്ള ബീഹാർ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇതാണ് നമ്മുടെ ബീഹാർ. ഇതാണ് രാജീവ് ചന്ദ്രശേഖരൻ നോക്കിക്കണ്ട് ബീഹാർ കേരളത്തിൽ ആവർത്തിച്ച് കൊടുത്ത് ഈ പറഞ്ഞ ബീഹാർ ഭരിക്കുന്ന NDAനെ പോലെ കേരളം ഭരിച്ച് മുടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിട്ടുകൊടുക്കണോ നിന്ന് കൊടുക്കണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ചിട്ട് പറയും. അപ്പോഴേ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. നമ്മുടെ സുരേന്ദ്രനും നമ്മുടെ ചന്ദ്രശേഖരനും പിന്നെ മറ്റ് പല സംഘ പുത്രന്മാരും അല്ലെങ്കിൽ സംഘ നേതാക്കന്മാരും എപ്പോഴും NDA ഭരിക്കുന്ന സ്ഥലങ്ങളിലോട്ട് കണ്ടുപിടിക്കുക, നിങ്ങൾ അങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നോക്കൂ, ഒന്ന് പൊട്ടിക്കരഞ്ഞൂടെ എന്ന് ചോദിക്കുന്നവന്മാരോട് ചോദിക്കാനുള്ളതാ. ഇതുപോലൊക്കെ നമ്മുടെ കേരളത്തിലാക്കണം. ഇത്രയും കാലം കേരളത്തിൽ ചാണകം കാല് കുത്താതിരുന്നത് കൊണ്ടും തൃശ്ശൂർ കാല് കുത്തി അതിൻ്റെ അനുഭവങ്ങൾ ഇപ്പോൾ അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും കണ്ടിട്ട് വളരുന്ന ആളുകളാണ് നമ്മൾ. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്ഥലമാക്കി മാറ്റണോ നമ്മുടെ കേരളത്തിനെ? വേണ്ട. ഇന്ത്യയിലെ ഏറ്റവും നല്ല ബെസ്റ്റ് സിവിക് സെൻസ് ഉള്ള നാട് എന്താ പറയുക? നമ്മുടെ കേരളം കഴിഞ്ഞാൽ ഒക്കെ സൗത്ത് ഇന്ത്യയിലോട്ടല്ല, നോർത്ത് ഇന്ത്യയിലോട്ടല്ല അത് പോകുന്നത്. അങ്ങനെ ഒരുപാട് നല്ല നല്ല ഗുണങ്ങൾ, ഏറ്റവും നല്ല ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മുടെ കേരളമാണ്. ഗോവ ഉണ്ട്, കേരളം ഉണ്ട്, ചെന്നൈ, തമിഴ്നാടുണ്ട്. ഇങ്ങനെ ഒരു ലിസ്റ്റ് കിടക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ലാസ്റ്റുള്ള സംസ്ഥാനങ്ങൾ ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ബീഹാർ, ഉത്തർപ്രദേശ്, ഹരിയാന, അങ്ങനെ പോകുന്നു. നിങ്ങൾ എന്ത് വേണമെങ്കിലും എടുത്തോ, നിങ്ങൾ തൊഴിലില്ലായ്മ എടുത്തോ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന സ്ഥലം ബീഹാറാണ്. ആളുകളുടെ പട്ടിണി എടുത്തോ, ഏറ്റവും കൂടുതൽ ശിശു മരണങ്ങൾ എടുത്തോ,
ഏറ്റവും കൂടുതൽ ഹങ്കർ ഇൻഡസ്ട്രിയിൽ പിള്ളേരെ വേണ്ട വലിയവരും ചെറിയവരും ഒക്കെ പട്ടിണി കിടന്ന് ഏറ്റവും ബുദ്ധിമുട്ടി അനുഭവിക്കുന്ന സ്ഥലം അതും ബീഹാറാണ്. അത് മാത്രമല്ല, ഇനി അവിടുത്തെ ലേഡീസിൻ്റെ സംവരണങ്ങളും അല്ലെങ്കിൽ ലേഡീസിന് കിട്ടുന്ന ആനുകൂല്യങ്ങളും എന്ത് വേണമെങ്കിലും നിങ്ങൾ എടുത്തോ, അതെല്ലാം ഇന്ത്യയുടെ ഏറ്റവും ലാസ്റ്റ് വരുന്ന സംസ്ഥാനമാണ് ബീഹാർ. കള്ളന്മാരാണെങ്കിലും എല്ലാവരാണെങ്കിലും തൊഴിലില്ലാത്തത് കൊണ്ട് അവിടുത്തെ 3 കോടി ആണുങ്ങൾ, ബീഹാറിലെ ഏകദേശം 3 കോടി ആണുങ്ങൾ ഇന്ത്യയുടെ പല പല ഭാഗങ്ങളിൽ പോയിട്ട് ജോലി ചെയ്യുന്നു, പട്ടിപ്പണിയെടുക്കുന്നു, അവർക്ക് അവിടെ ഒന്നും കിട്ടാത്തത് കൊണ്ട്. പ്രതിശീർഷ വരുമാനം അല്ലെങ്കിൽ പ്രതിമാസ വരുമാനം 5000 രൂപയിൽ താഴെയുള്ള സ്ഥലമാണ് ബീഹാർ, ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞത്. അങ്ങനെ ഓരോന്ന് നിങ്ങളെടുത്തോ. ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡസ്ട്രിയിലോട്ട് നമ്മൾ എടുക്കുമ്പം എഡ്യൂക്കേഷൻ വരും, ഫുഡ് വരും, ആളുകളുടെ നമ്മുടെ തൊഴിലില്ലായ്മ എല്ലാം അതിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. ഇത് ഏതെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും ചീപ്പസ്റ്റ് പ്ലേസാണ്. അതായത് ഇന്ത്യയിലെ ഏറ്റവും മോശപ്പെട്ട സ്ഥലമാണ് ബീഹാർ. ഈ ബീഹാറിൽ കഴിഞ്ഞ 20 വർഷമായിട്ട് നമ്മുടെ ഇതേ നിതീഷ് ചാച്ച തന്നെ ഭരിക്കുന്നത്. RJD രൂപീകരിച്ച് അതിനുശേഷം NDAയുടെ കൂടെ കൂടി, പിന്നെ കുറച്ച് കാലം ഒരു 1-2 കൊല്ലം വീണ്ടും തിരിച്ച് ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തോട്ട് വന്നു. അതിനുശേഷം കഴിഞ്ഞ 10 വർഷമായിട്ട് കംപ്ലീറ്റ്ലി NDAയുടെ കൂടെ തന്നെ കൂടി ഇരുന്നിട്ട് ബീഹാർ ഭരിക്കുന്ന സ്ഥലമാണ്. അതായത് നിതീഷ് ഭരിക്കുന്ന സ്ഥലമാണ്, NDA ഭരിക്കുന്ന സ്ഥലമാണ് ബീഹാർ. ബീഹാറിലെ ജനങ്ങൾക്ക് ഇപ്പം ബുദ്ധി വെച്ചിട്ട് അവർ വോട്ട് ചെയ്ത് NDAനെ കൊണ്ടുവന്നതല്ല. അതായത് കോൺഗ്രസ് ഭരിച്ച് മുടിച്ച ഒരു സ്ഥലം, 20 വർഷമായിട്ട് മുടിച്ചൊരു സ്ഥലം, ഇന്ത്യയിലെ നമ്മുടെ പാർട്ടി NDA ഭരിക്കുന്ന അവരുടെ ഭരണ കാഴ്ചകൾ കണ്ടിട്ട് ബീഹാർ തിരഞ്ഞെടുത്തതല്ല. അവിടെ വോട്ട് കട്ടിട്ട് അത് തന്നെ ആവർത്തിച്ച് പോകുന്ന 10000 രൂപ ഈ പാവപ്പെട്ട, അതായത് 5000 രൂപയിലെ താഴെ മാത്രം മാസ വരുമാനം വരുന്ന ഒരു സ്ഥലത്ത് 10000 രൂപ സ്ത്രീകൾക്ക് ഇട്ട് കൊടുത്ത 2 മാസത്തെ അവരുടെ സാലറിയാണ്. നമ്മുടെ കേരളം വിട്ടേ, കേരളത്തിലെ പ്രതിമാസ വരുമാനം എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മൾ ചിന്തിക്കേണ്ടതിലൊക്കെ ഒരുപാട് അപ്പുറത്തെ പൈസ, മടങ്ങുകളാണ്. ആ സ്ഥലത്ത് 2 മാസത്തെ സാലറി കിട്ടിക്കഴിഞ്ഞാൽ പാവപ്പെട്ട കുറേ സ്ത്രീകൾ വോട്ട് ചെയ്തു. കൂട്ടത്തിൽ വോട്ട് കളവ് വേണ്ട പോലെ ചെയ്തു. അത് പല രീതിയിൽ ചെയ്തു. വോട്ട് വെട്ടിയിട്ടും, മുസ്ലിം യാദവ് വോട്ടുകൾ വെട്ടിയിട്ടും, മറ്റു വോട്ടുകൾ അതിൽ കുത്തിക്കയറ്റിയിട്ടും, ഹരിയാനയിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും UP നിന്നൊക്കെ സ്പെഷ്യൽ ട്രെയിനുകൾ വെച്ച ആളുകളെ ഇലക്ഷൻ്റെ തലേ ദിവസം അവിടെ കൊണ്ട് ഇറക്കി വോട്ട് ചെയ്യിപ്പിച്ചിട്ടും, ബാക്കി ഇലക്ഷൻ കമ്മീഷൻ നമ്മുടെ ജ്ഞാനേഷ് കുമാറിനോട് ഒരു പൂവ് ചോദിച്ച് പൂക്കാലം തന്നെ കൊടുത്ത് 200 സീറ്റിൻ്റെ മേലോട്ട് തള്ളിക്കയറ്റി കൊടുത്ത കളവും പച്ചവെള്ളം പോലെ നമ്മൾ കണ്ടു അല്ലേ? ഇങ്ങനെ ഒരു സ്ഥലമാണ് ബീഹാർ എന്നുള്ളത് നിങ്ങൾക്ക് അറിയൂ. നിങ്ങൾ തന്നെ ആലോചിച്ചിട്ട് പറ, ഇതുപോലൊക്കെ നമ്മുടെ നാടാക്കണോ അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങ് തുടർന്ന് പോയാൽ മതിയോ? നമ്മുടെ ഈ കേരളം, ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ള പേരുള്ള ഈ കേരളം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. അതല്ലെങ്കിൽ ഈ ചന്ദ്രശേഖരനും ഈ പറഞ്ഞ എന്താ പറയുക കുട്ടിശങ്കരനും ഒക്കെ പറഞ്ഞതുപോലെ നമ്മൾ ബീഹാറിനെ പോലെ ആക്കണോ? ബീഹാറിൽ ഭരിക്കുന്ന NDA സർക്കാരിനെ കേരളത്തിൽ കൊണ്ടുവന്നിട്ട് കേരളം കട്ടുമുടിച്ച് ഇല്ലാണ്ടാക്കണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ചിട്ട് പറ. അതാവും നല്ലത്.